നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ പുകഞ്ഞ കൊള്ളി പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പുറത്താക്കിയിരിക്കുകയാണ്. സസ്പെൻഷനിലായിരുന്നു, അതിപ്പോൾ ഒരു പുറത്താക്കൽ എന്ന രീതിയിലേക്ക് തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. ലൈംഗിക പീഡനക്കേസിൽ കുറ്റാരോപിതനായി രാഹുൽ മാറിയിരിക്കുന്നു. രാഹുലിൻ്റെ ജാമ്യ ഹർജി കോടതി തള്ളി. മാത്രമല്ല, അറസ്റ്റിന് തടസ്സമില്ല എന്നും കോടതി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പാർട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിച്ചിരിക്കുകയാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ. അതായത് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായാൽ അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ മാലയിട്ട് സ്വീകരിക്കുമെന്ന്. ആ നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് വട്ടിയൂർക്കാവ് അജിത് കുമാർ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളുകയാണ്, അറസ്റ്റിന് തടസ്സമില്ല എന്ന് കോടതി പറയുകയാണ്. അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു, രാഹുൽ ജയിലിൽ പോയാൽ തീർച്ചയായിട്ടും പുറത്തിറങ്ങും, അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എന്താണ് അങ്ങയുടെ പ്രതികരണം? ജാമ്യാപേക്ഷയൊക്കെ തള്ളിയ സാഹചര്യത്തിൽ എന്താണ് മെൻസ് അസോസിയേഷന്റെ ഒരു പ്രതികരണം? എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിന് മേൽക്കോടതിയിലോട്ട് വീണ്ടും പോകാവുന്ന അവസരമുണ്ട് നിലവിൽ. അദ്ദേഹം ഇപ്പോ മാറി നിൽക്കുകയാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഇനിയും ഉണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവർ ഇപ്പൊ രാഹുൽ ഈശ്വർ പോയതുപോലെ ജയിലിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സംഘടനാപരമായിട്ട് ഞങ്ങൾ പൂമാലയിട്ട് തന്നെ സ്വീകരിക്കും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അത് മുൻ നിലപാട് കറക്റ്റായിട്ട് തന്നെ പോകും. കാരണം എനിക്ക് എന്റെ കൈക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പൊ ഒരു സർജറിയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നിപ്പോ ഡോക്ടറെ കണ്ടിട്ട് നിൽക്കുകയാണ്. അപ്പൊ പുള്ളി അടിയന്തരമായിട്ട് ഉടനെ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രം, സ്ഥലത്തില്ലാതെ വരികയാണെങ്കിൽ മാത്രമേ നടക്കാതെ പോകത്തുള്ളൂ. അല്ലെങ്കിൽ കൃത്യമായിട്ടും പൂമാലയിട്ട് സ്വീകരിക്കും, ഉറപ്പാണ്. ഇപ്പോ അറസ്റ്റ് തടയപ്പെട്ടിരിക്കുകയാണ്. അപ്പോ രാഹുൽ അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ കീഴടങ്ങുന്നതാണോ അതോ പോലീസ് അറസ്റ്റ് ചെയ്യുമോ? എന്താണ് ഒരു വിലയിരുത്തൽ ആ ഒരു വിഷയത്തില്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യമാണോ ചോദിക്കുന്നത്? അതെ, രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടം മാറി നിന്ന് ബെയിൽ എടുക്കുന്നതാണ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം മുൻ എം എൽ എ ആയിട്ടുള്ള മുകേഷ്, പിന്നെ നമ്മുടെ സിനിമാ നടൻ സിദ്ദിഖ്, ഇങ്ങനെയുള്ളവരെല്ലാം ചെയ്തത് സുപ്രീം കോടതിയിൽ പോയിട്ട് ജാമ്യം നേടുകയാണ് ചെയ്തത്. അപ്പോൾ മേൽക്കോടതിയിലോട്ട് പോയി കഴിഞ്ഞാൽ ജാമ്യം കിട്ടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാര്യം ഈ സുപ്രീം കോടതി തന്നെ ഈ ഇടയ്ക്കും ഒരു പരാമർശം ഉണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ പൂർണ്ണ സമ്മതത്തോടുകൂടി സമ്മത പ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ പിന്നീട് വന്ന് അത് ബലാത്സംഗമെന്നോ പീഡനമെന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ കോടതി പരാമർശം തന്നെ ഒരു വട്ടമല്ല ഒന്നിലധികം വട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അവർക്ക് സുപ്രീം കോടതി പോയാലും ജാമ്യം എടുക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹത്തിന്. അതാണ് അതിന്റെ ശരിയായിട്ടുള്ളത്. അദ്ദേഹം കാര്യം മാധ്യമങ്ങൾക്ക് എന്തിനാ അങ്ങനെ ഇട്ടുകൊടുക്കേണ്ട കാര്യമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഈ മുഖ്യധാര മെയിനായിട്ട് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം, എന്തോ അദ്ദേഹം എന്തൊക്കെയോ അങ്ങ് ചെയ്തതുപോലെയാണ്. ഈ പെൺകുട്ടി ചെയ്യാത്ത എന്ത് കുറ്റമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? ഇവിടുത്തെ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളെ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ, അല്ലാതെ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? ഞാൻ തന്നെ മറ്റേ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഗർഭചിത്രം നടത്തി എന്നുള്ളത് ആ പെൺകുട്ടിയുടെ അണ്ണാക്കിലോട്ടൊന്നും മരുന്ന് കൊണ്ട് ഇട്ട് കൊടുത്തതല്ലല്ലോ, സ്വയം കഴിച്ചതല്ലേ. സ്വയം കഴിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ആ പെൺകുട്ടിക്കാണ്. മനസ്സിലായില്ലേ? കാരണം ഒരു മാധ്യമ പ്രവർത്തകയല്ലേ. അപ്പോൾ മാധ്യമ പ്രവർത്തക എന്ന് പറയുമ്പോൾ സമൂഹത്തിന് ഒരു മാതൃക ആയിരിക്കേണ്ട ഒരു സ്ത്രീയാണ്. അവർ മറ്റുള്ളവർക്ക് തെറ്റ് പറ്റിയാൽ പോലും ഓരോ സ്ഥാനത്തിരിക്കുന്നവർക്ക് തെറ്റ് പറ്റാൻ പാടില്ല. അവർ മാധ്യമ പ്രവർത്തകയാണ്. ജനങ്ങൾ ഒരു അല്പമെങ്കിലും എവിടെയെങ്കിലും അവരെയൊക്കെ ബഹുമാനിക്കുന്നതാണ്. ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യര് കൃത്യമായിട്ട് മാധ്യമ പ്രവർത്തകരെന്ന് പറയുമ്പോൾ ബഹുമാനിക്കുന്ന ഒരു സ്വഭാവം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ബഹുമാനിക്കുന്ന അവരുടെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള മൂന്നാംകിട എന്നോ അതിന് താഴോട്ടെന്നോ പറയാവുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. എന്താ പറയുക, ഒരാളിനെ ബലാത്സംഗം ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യമല്ലേ നടക്കത്തുള്ളൂ. ഇതിപ്പോ ഒന്നിലധികം പ്രാവശ്യം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അത് ബലാത്സംഗവും പീഡനവും അതിജീവിതം എന്നൊക്കെ പറഞ്ഞാലേ അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാമാന്യ ബുദ്ധിയും ബോധമുള്ള ആർക്കും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ഒരു പ്രാവശ്യമാണെങ്കിലും ഓക്കെ, ബലാത്സംഗം ചെയ്തു ഓക്കെ. ഇല്ല, ഇനി ഏതെങ്കിലുമൊക്കെ പരാതിയും കൊണ്ട് വരുന്ന പിള്ളേരും അവരെ അങ്ങനെ വരികയാണെങ്കിൽ അവരെ ഒരു പ്രാവശ്യം ഇപ്പം ബലാത്സംഗം ചെയ്തു ഇന്നടുത്ത് ഏതെങ്കിലും രീതിയിൽ തെറ്റായിട്ടുള്ള മെസ്സേജിൽ കൂടി പറഞ്ഞും എന്താ പറയുക തെറ്റിദ്ധരിപ്പിച്ച് എവിടെ ഫ്ലാറ്റിലോ വീട്ടിലോ റൂമിലോ എവിടെയാണോ എങ്ങനെയാണ് കൊണ്ടുപോയത് അത് നമുക്ക് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് തെറ്റാണെന്ന് തന്നെ പറയാം.
അല്ലാത്തൊരു കേസിൽ ഒരു എന്താ പറയാ ചിരിച്ചുല്ലസിച്ച് ഹാപ്പി ആയിട്ട് പോയിട്ട് വന്ന് പിന്നീട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും കേസ് വന്നാൽ ആ പെൺകുട്ടിയുടെ പക്ഷത്തായിരിക്കണം നമ്മൾ, അവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ഇടപെടുന്നത്. ഇപ്പൊ പാർട്ടിയിൽ നിന്നോടി പുറത്താക്കിയിരിക്കുകയാണ്. ആ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. പാർട്ടിയിൽ നിന്ന് അത് സ്വാഭാവികമായിട്ട് ഇടതുപക്ഷമാണ് അങ്ങനെ ചെയ്യാത്തത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു നടപടി, ധീരമായിട്ടുള്ള നടപടി അവരേ ചെയ്യത്തുള്ളൂ. പിന്നെ കാര്യം മുകേഷിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെയാണല്ലോ ചെയ്തത്. അപ്പോ ഇവിടെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ഇലക്ഷന് വിജയിക്കണം. ഇപ്പൊ തദ്ദേശ സ്വയംഭരണ ഇതായാലും ശരി തന്നെ, ഇനിയിപ്പോ നിയമസഭ ഇലക്ഷൻ വരികയാണ്, 5 മാസമൊക്കെ ഉള്ളൂ. അപ്പോ ഈ ഭരണം പിടിച്ചെടുക്കണം എന്നൊക്കെയുള്ള ഒരുപാട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവര് ഇപ്പൊ നിൽക്കുന്നത്. അതുകൊണ്ട് അവര് ഏത് കാര്യത്തിനും നടപടിയെടുക്കാനും മറ്റു കാര്യങ്ങൾക്കും അവര് മുൻപിൽ നിൽക്കും. അത് അവരുടെ ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പിന്റെ ഭാഗമാണ്. കാര്യം കേരളത്തിൽ തുടർ ഭരണം ആദ്യമായിട്ടാണ് കിട്ടിയത്, വേറൊരു ഇടതുപക്ഷത്തിന് കിട്ടുന്നത്. ഇടതുപക്ഷത്തിനൊന്നല്ല, ഏതൊരു പാർട്ടിക്കായാലും തുടർ ഭരണം ഇതേവരെ കിട്ടിയിട്ടില്ല. അത് മാറി മാറിയാണ് വന്നിട്ടുള്ളത്. പക്ഷേ തുടർ ഭരണം കിട്ടി. ഇപ്രാവശ്യവും ഇനിയും അങ്ങോട്ട് ഒരു പിണറായി ഭരണമാണ് മൂന്നാമതും പോകാൻ സാധ്യത എന്നൊക്കെയുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെ വരുമ്പോൾ ഈ വർഷം ഏത് രീതിയിലും ഇപ്പോഴത്തെ ഇലക്ഷന് വിജയിക്കണം, ഭരണം പിടിച്ചെടുക്കണം എന്നൊക്കെയുള്ള ഒരു ധാരണ അവർക്കുണ്ട്. ആ ധാരണയുടെ ഭാഗമായിട്ടാണ് അവർ ഇതുപോലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവരെ ഒതുക്കുകയും ഒരു സൈഡിൽ നിന്ന് ഒതുക്കാനും ഒരു സൈഡിൽ നിന്ന് അതിൽ കൂടി ഏത് വിധേനയും വിജയം കൈവരിക്കുവാനും ഒക്കെയാണ് അവരിപ്പോൾ ശ്രമിക്കുന്നത്. അത് അവരുടേതായിട്ടുള്ള ഒരു പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. അല്ലെങ്കിൽ അത് ചേർത്ത് പിടിച്ച് ഇതിന് മുന്നേ ശക്തമായിട്ടൊരു നടപടി ചെയ്തിരുന്നുവെങ്കിൽ ഇതൊക്കെ അങ്ങ് പോവും. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസായാലും ഇപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കാണില്ല. മനസ്സിലായില്ലേ? ഇതിപ്പോ ഇലക്ഷൻ പ്രമാണിച്ചുള്ള തത്രപ്പാടുകളാണ് ഈ കാണിക്കുന്നത്, അത്രേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു പരാതി കൂടി, ഒരു 23-കാരി കൂടി പരാതിയുമായി രംഗത്ത് വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. അപ്പൊ അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് എവിടെയാണ് ആ പരാതി കൊടുത്തത്? KPCC-ക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. KPCC ഒരു പരാതി കൊടുക്കുന്നത് KPCC-ക്ക് ആണോ കൊടുക്കേണ്ടത്? ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലല്ലേ പോയി കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ DGP-ക്ക് കൊടുക്കാം, കമ്മീഷണർക്ക് കൊടുക്കാം. അങ്ങനെയാണ്. ഇപ്പൊ റൂറലിലാണെങ്കിൽ SP-ക്ക് കൊടുക്കാം. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ മറ്റേ ആളും കൊടുത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്കാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തോട്ടെ, ആഭ്യന്തര വകുപ്പ് അദ്ദേഹമാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇവിടെ KPCC-ക്ക് പരാതി കൊടുത്തിട്ട് ആ കാര്യമില്ല. അത് നേരെ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ഒരു രാഷ്ട്രീയ കളിയാണ്. മനസ്സിലായില്ല? ഇതെല്ലാം രാഷ്ട്രീയ കളിയാ. അതല്ലെങ്കിൽ KPCC പ്രസിഡന്റാണോ ഇതൊക്കെ കൊടുക്കേണ്ടത്? പരാതി ഉണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലല്ലേ പോകേണ്ടത്? രാഷ്ട്രീയപരമായിട്ട് എന്തിനാ ഇതൊക്കെ കൊണ്ടുപോകണത്? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കാനാണ്. അയാളെ ഏത് വിധേനയും ഒതുക്കുക, MLA സ്ഥാനം കൂടി ഇനി രാജിവെപ്പിക്കുക. അത് തന്നെയാണ്. അത് രാജിവെപ്പിക്കുക. അദ്ദേഹത്തിന് ഒന്നുമല്ല. കാര്യം ഭാവിയിലെ മുഖ്യമന്ത്രിയായിരുന്നു, അതറിയോ? ഇവിടെ കോൺഗ്രസിലിപ്പോ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി കുപ്പായം തച്ചു വെച്ചേക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പേരും. കാര്യം എല്ലാവർക്കും അതിന്റെ ആ ഒരു നിലവാരത്തിൽ എത്തണം എന്നുള്ളതാണ്. അത് അതിനുള്ളത് ഉണ്ട് താനും. ഇവിടെ ഇടതുപക്ഷത്തിനാണെങ്കിൽ ആകെപ്പാടുള്ള പിണറായി മാത്രമേ ഉള്ളൂ. വേറെ ആരും അതിന് യോജിച്ചവരായിട്ടില്ല. മറുഭാഗത്ത് ഈ കാണുന്ന എല്ലാവരും, നമ്മൾ മുൻനിരയിൽ കാണുന്ന ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ആയാലും ശരി, മുൻ KPCC പ്രസിഡന്റ് ആയാലും ശരി, മുരളീധരനായാലും ശരി, VD സതീശനായാലും ശരി, ചെന്നിത്തല, ഇങ്ങനെ ആരെടുത്ത് നോക്കിയാലും എല്ലാവരും മുഖ്യമന്ത്രി കുപ്പായം തച്ചു വെച്ചിട്ടിരിക്കുന്നവരാ. മനസ്സിലായില്ലേ? അതിന്റെ ഇടയ്ക്ക് നിന്നാണ് ഈ ഒരു ചെറുപ്പക്കാരൻ വളർന്ന് വലുതായി വരുന്നത്. എന്ന് വെച്ചാൽ ഭാവിയിലെ മുഖ്യമന്ത്രിയാകാൻ എല്ലാം കൊണ്ട് യോഗ്യനായിട്ടുള്ളൊരു. അപ്പൊ അവനെ ഒതുക്കുക എന്നുള്ളത് ആ പാർട്ടിയിലെ കൂടി ഒരു അജണ്ടയാണ്. അപ്പൊ അതാണ് ഇവിടെ നടക്കുന്നത്. ആ പാർട്ടിയിലെ അജണ്ടയും നടപ്പിലാവുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഭരണപക്ഷം ഒന്ന് ആഞ്ഞു പിടിച്ചാൽ, ഇതൊക്കെ ഒന്ന് മുൻനിർത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് വീണ്ടും ഭരണത്തിൽ കയറണം. ഇപ്പോഴത്തെ ഇലക്ഷന് കൂടുതൽ സീറ്റുകൾ കിട്ടണം. ഇതൊക്കെ തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ഈ ഒരു സംഭവത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർന്നു എന്നൊരു വിലയിരുത്തലുണ്ടോ? അദ്ദേഹം കുറച്ച് മുന്നേ വരെ ഈ ഇലക്ഷൻ പ്രചരണത്തിന് അദ്ദേഹം പാലക്കാട് ഇറങ്ങുന്നതിന് മുമ്പേയും ഇതുപോലെ തന്നെ എല്ലാം തകർന്നു തീർന്നു എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിന്നാണ് അദ്ദേഹം പറന്നുയർന്നത്. കാരണം അവിടുത്തെ ജനങ്ങളാരും അദ്ദേഹത്തെ നിങ്ങൾ വീട്ടിൽ കയറരുന്നോ, നിങ്ങൾ ഒരു പ്രോഗ്രാമിന് വരരുന്നോ പറഞ്ഞ് അകറ്റി നിർത്താതെ ഫിലിം സ്റ്റാറുകളെ വരെ ഇറക്കി അവരോടൊപ്പം വരെ നിന്ന് വീടാന്തരം കയറി
ഇലക്ഷൻ പ്രചരണം നടത്തിയ ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ ഒരുവിധ കളങ്കവും ഏൽക്കാത്ത ഒരാളായിരുന്നു. അതുപോലെ തന്നെ ഇവർ ഈ MLA സ്ഥാനം ഇവർ രാജിവയ്പ്പിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ഇനിയിപ്പോൾ അടുത്തപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ എന്തായാലും കുറച്ച് നാളുകൂടെയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ ചാൻസ് ഇല്ല, പാർട്ടിയിൽ നിന്ന് ഒരു സീറ്റ് കൊടുക്കാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിന്നാൽ പോലും പാലക്കാട് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രത്യേകത. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇയാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ പെണ്ണും തെറ്റുകാരൻ തന്നെയാണ്. വിവാഹം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് തെറ്റ് പറ്റിയാൽ ഒരുപക്ഷെ ആൾക്കാർ ക്ഷമിക്കും. ഇവിടെ മറുഭാഗത്തെന്ന് പറഞ്ഞാൽ ഭർത്താവിനെയും അടുത്ത് വെച്ചിട്ടാണ് അന്യപുരുഷനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിലൊരു കുഞ്ഞ് ജനിച്ചു, എന്താ പറയാ, പ്രഗ്നന്റായി എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുഞ്ഞ് തന്നെ ആയിരുന്നു. ഇതൊക്കെ ഭയങ്കരമായിട്ട് ഗർഭചിത്രം നടത്തി മറ്റത് മറിച്ചത് എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തന്നെ ആയിരുന്നോ? ഇനി ഈ ഭർത്താവ് കല്യാണം കഴിഞ്ഞിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെട്ടില്ലേ? അവര് 4 ദിവസം എന്ന് പറയുന്നു, ഒരു ദിവസം ആയിക്കോട്ടെ, ഉണ്ടാവുക ഒരു ദിവസം മതി. അപ്പോൾ ഇത് ആരാണ് ഏതാണ് ഒന്നും അറിയാതെ എല്ലാം അവ്യക്തമാണല്ലോ. ഈ പറയുന്നതിന് ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു കേസാണ് ഈ പറയുന്ന മാധ്യമപ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം വീണ്ടും ശക്തമായിട്ട് പാലക്കാട് വരും, ശക്തമായിട്ട് പോവും. അത്ര പെട്ടെന്ന് നശിപ്പിച്ച് കളയാൻ പറ്റില്ല. കാര്യം കഴിവുള്ള വ്യക്തികളെയൊന്നും അത്ര പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് തുടച്ചു മാറ്റാൻ പറ്റില്ല. നീതിയുക്തമായിട്ട് അദ്ദേഹം വീണ്ടും വരട്ടെ. നല്ല രീതിയിൽ കാര്യങ്ങൾ, അദ്ദേഹത്തിന് ജാമ്യം കിട്ടട്ടെ. ജാമ്യം കിട്ടും. ഇത് മേൽക്കോടതി പോയി കഴിഞ്ഞാൽ ജാമ്യം കിട്ടും, ഉറപ്പാണ്. കിട്ടാതെ ഒന്നും ഇരിക്കില്ല. അദ്ദേഹത്തിന് ജാമ്യം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.